എനിക്കൊരു കിലി കിട്ടി. അവൻ ഈ ചോടി വെച്ച പെൺകുട്ടി എന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. ആണോ വളച്ചിട്ട് അമ്മ വിട്ട്. ഞാൻ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഈ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എവിടെ എവിടെ എന്റെ ഏത് പ്രായണം മൈലി ഏതാണ്? ആ പെണ്ണാണ്, ആ പെണ്ണാണ്. ഇത് കൊമ്പ ഇതാണോ? പിന്നെ ഇത് കല്ലിന്റെ പോലെ നെവിന് ഇവിടെ ഉണ്ടോ? നെവിന് നിന്നെ എവിടെ എവിടെ എവിടെ? ആ പെണ്ണാണോ കൊമ്പ? ഭൂമിയില്ല. മറ്റേ കേസ് കൊമ്പന്റെ അടുത്ത് ഭൂമി ഒന്ന് പറഞ്ഞാണ് അത്. വേറൊരു പെൺകൊച്ചെന്ന് പറഞ്ഞത്. ഇല്ല നമുക്ക് ഭൂമി ഒന്ന് കാണാൻ പോവാ. എനിക്ക് കേക്കാൻ പാടില്ലാത്ത കേക്കണ്ട. ഹലോ 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 ഇത് ഭൂമിയുടെ അപ്പുറം നിൽക്കുന്ന ആരാണ്? അത് ലോറയാണോ? കൊമ്പ അത് ലോറ, അത് വേറെ ആളത്. നീ നിന്നെ കാത്തിക്കുന്ന ആളാരാണ്? ചുമ്മാ അവിടെ പോയിട്ടൊന്ന് റൊമാൻറ്റിക് ആയിട്ട് കണ്ണടച്ച് കാണിച്ചേക്ക് ആരെങ്കിലും വരായിരിക്കൂല. എനിക്ക് ഓൾറെഡി കേട്ടിട്ടില്ലേ? ഇല്ല ഞാൻ അതാ പറഞ്ഞത്. കൊമ്പ വണ്ടി കൊമ്പ ഈ സമയത്താണ് നീ നിന്റെ മറ്റേ ജീപ്പ് എടുത്തോണ്ട് വരേണ്ടത്. നിന്റെ ജീപ്പ് എടുക്കുമ്പോ നിനക്ക് ജീപ്പ് വേണം നോക്കി, ജീപ്പ് വേണം നോക്കി. എന്റെ കൊണ്ട് ഞാൻ തരില്ലേ, എന്റെ ഹൃദയം പാത്തിട്ടാണ് ജീപ്പ് ഞാൻ കൊടുത്തിരുന്ന പറ. പിന്നെ അന്ന് 2 വണ്ടി മേടിച്ചില്ലായിരുന്ന? അത് മസ്താങ് അല്ലാതെ വേറൊരു മേടിച്ചില്ലേ? ആണാ അത് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ഡിസ്പ്ലേ ചോദിക്കുമ്പ ഇടി കള്ളി പെണ്ണേ പോരുന്നടി കൂടെയത്. ആശ ആരാ? ആശ ഏത് പെണ്ണാണ്? ഏത് നതാശ? ഭൂമിയുടെ പറയാനാണ് നതാശ. അതെന്താ ബാക്കില് പൂച്ചയുടെ പോയത്? ഓ അത് പൂച്ച ഉള്ളതാണ് നതാശ അല്ലേ? എന്താ രാശ? നതാശ ഇഷ്ടപ്പെട്ട ആമ്പിളി കാരണം വീട്ടുപേരാണ് മിന്നൽ. മിന്നൽ ലോറാന്നാണോ പേര്? മിന്നൽ നടാശ. അപ്പൊ ലോറ എന്ന് പറഞ്ഞത് നേരത്തെ അത് വേറെ. അത് കൊള്ളാം, അത് കൊള്ളാം. കൂടെ നിക്കാന്ന് വെച്ചോ കൊതുകാരി കിട്ടിയില്ലേ? ഇനി ഞാൻ ബാക്കി നോക്കിക്കോളാം. പെണ്ണും ഇല്ലേ പടക്കോയും ഇല്ലേ ഇയാൾക്ക്? കൂടെ അവിടെ നതാശ പുതിയതാണോ? നതാശ എവിടെ? പഴയതാണോ? കമ്പൊക്കെ അടിച്ചാണോ? എനിക്ക് അറിഞ്ഞൂടാ ഈ ലോറ ക്രാഫ്റ്റ്. ലോറ ക്രാഫ്റ്റ് അല്ല, അതാണ് ഭൂമി. അതല്ലേ ഭൂമിയല്ലേ? അപ്പൊ കൊമ്പനല്ലേ പറഞ്ഞത് ഭൂമിയെന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കൊമ്പനെ പെട്ടെന്ന് മെമ്മറീസ് വന്നതാണ്. ഇല്ല ഡൊമിനിക്കിനെ അറിയുന്നതാണ്. ഡൊമിനിക്കിനെ വലത്തെ കൈ കൊണ്ട് തന്നെ കരണം നോക്കി അടിച്ചിട്ടുണ്ട്. ഇല്ല അത് കുട്ടിച്ചത്തെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൊമ്പൻ നമ്മളെ ഗാങ്ങില് വലിയൊരു ലീഡർ ആയോണ്ടേ. അപ്പം കൊമ്പ കൊമ്പ ഇങ്ങോട്ട് വന്നേ. നതാശക്ക് നതാശ സിംഗിൾ ആണോ ഇവിടെ? കൊമ്പൻ കമ്മിയാ കൊമ്പൻ. കൊമ്പൻ
ആ ലോറയ്ക്ക് പിന്നെ ഇവിടെ വാ നദാശന് കൊമ്പനെ പരിചയപ്പെടണമെന്ന് കൊമ്പൻ അല്ല കൊമ്പൻ നദാശ അങ്ങനെയല്ല ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ ഓക്കെ കേട്ടിട്ടില്ലാന്ന് എനിക്ക് നമ്മുടെ ലീഡർ ആണ് നമ്മുടെ ടീച്ചറുടെ ലീഡറാണ് കൊമ്പൻ. പിന്നെ എല്ലാവരുടെയും പൊന്നോമനയാണ്. എല്ലാരും കണ്ടു കഴിഞ്ഞാൽ അതെ പൊന്നോമന ഉണ്ണിയാണ്. കണ്ണിൽ ഉണ്ണിയാണ്. അങ്ങനത്തെ വലിയൊരു മനുഷ്യനാണ് കൊമ്പ. ലോറനെ പറ്റി ചോദിക്കും. ലോറൻ ഇതുവരെ കൊമ്പനെ നീ ഇങ്ങനെ വീങ്ങി നിക്കാതാ. എന്താണ് പുട്ട് തൊണ്ടയ്ക്ക് വരിക വല്ല പറ. പിന്നെ ഞാനാ നാണക്കാരനാ നദാശ. എന്തെങ്കിലും കൊമ്പ കുറച്ച് ഇന്റർവേറ്റ് ആണ് നദാശ. ഒരു ഗ്യാങ്ങിന്റെ ലീഡർ ആണെന്ന് പോലും സത്യം പറഞ്ഞാൽ അല്ല ആമ്പിള്ളേരത്ത് ഇന്റർവേറ്റ് ഒന്നല്ല കേട്ടോ. ഈ ഗേൾസിനൊക്കെ കൊമ്പന് ബേസിക്കലി കാണുന്നത് കുറച്ച് അല്ല ഗാങ്സ്റ്റേഴ്സ് അങ്ങനെ ആമ്പിള്ളേരത്ത് ഇന്റർവേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒന്നും അല്ലാതെ തോന്നും തരും. അതെ അതെ നമ്മളെ അവന് വല്ലാതെ പരിചയപ്പെടുന്നത് ആങ്ങളുടെ മോനല്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്താ നീ നല്ല വയസ്സുണ്ടല്ലേ? കുഴപ്പമില്ല. മുറക്ക് ചീറ്റൊന്നും പറയായിരുന്നാ മതി. അല്ലെ അപ്പൊ എത്ര ഏജ് ഉണ്ട്? ഇരുപത്തഞ്ചിന് വരണം. 24. ആ 3 വയസ്സൊക്കെ നല്ലൊരു ചേർച്ചയാണ് അല്ലേ? ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വിളിക്കട്ടെ. നദാശയുടെ ഇത് ജാതകം മറ്റേ നാള് പൂരം ഉത്രാടം മൊയല് ആന മാൻ എന്തിനാണ് അല്ല മൃഗം മൃഗയില്ല നാളില് നദാശ ഏതാ മൃഗം മൃഗം അയ്യോ നമ്മടത് ആനയാണ് കേട്ടോ. 2 കൊമ്പുള്ള നല്ല അടിപൊളി പിടിയാലപ്പ പിടയാൽ കൊമ്പനാന. പിന്നെ കൊമ്പനാന എന്ന് പറയുമ്പോ എല്ലാ ഇതുമായിട്ടും ചേരും. നമ്മള് നമ്മള് ക്യാമോസ് ഇട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആരോട് കൊണ്ടുപോയത് ഈ തെണ്ടിയണത്? ആരോട് കൊണ്ടുപോയത്? നദാശയ്ക്ക് നമ്മുടെ ഗാങ് ഹൗസ് കാണിച്ചു തരാം കൊമ്പ. ഇല്ല ഇഷ്ടം പോലെ കാണാണ്ട്. നമ്മളെ ഹിസ്റ്ററീസ് ഒക്കെ കാണാണ്ട്. ഇതിനെയും വലിയ നല്ലൊരു ഓപ്ഷൻ കിട്ടില്ല കൊമ്പ. ഇപ്പൊ കണ്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നദാശിനെ നമുക്ക് കൊമ്പന് വളയ്ക്കാം. കൊമ്പൻ ഇനി വേറെ ആരും പരിചയപ്പെടണ്ട നദാശ. ആർക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. നമ്മൾ കൊമ്പന് നദാശ നേരെ കൊമ്പന് നദാശ അത് പറഞ്ഞാൻ പോയി കേട്ടാ. പറഞ്ഞാൻ പോയി. അത് ഹിനായത്കരിയില് കൊമ്പ ഹിനായത്കരിയില് നൈറ്റ് ഡ്രസ് ആയത്. ഇത് ഞാൻ കായം പറ്റേ നിങ്ങളിത് എന്താണിത്? അങ്കനവാടി ഇട്ട പോലെ ആ കുട്ടീനെ വളയാതെ ആ കുട്ടീനെ നമ്മളെ നൈസായിട്ട് വളച്ച് കൊണ്ടുപോയില്ലായിരുന്ന കൊമ്പ. അങ്ങനെയല്ല നമ്മള് വളച്ച് കൊണ്ടുപോയില്ലേ ഗാങ്ങോസ്. ഇത് ഞാൻ കായം പറ്റേ. ഇത് കുട്ടിക്ക് വില പോയി, മതിപ്പ് പോയി. ഇനി നദാശ വേണ്ട കൊമ്പ, വേറെ ആരെയും നോക്കാം. അത് പുള്ളില്ല. ആൾക്കാർ കയറി വന്നപ്പോ നദാശക്ക് പോരാന്ന് പറഞ്ഞു. നദാശ തിരിച്ച് വരുവാണെങ്കിൽ കൊണ്ടുപോകാം. നമ്മളോട് സംസാരിക്കാനായിട്ട് വരുവാണെങ്കിൽ താല്പര്യം ഉണ്ടെന്നല്ലേ? അത് റെഡിയാണ്. നദാശ ആ വൈകി പിന്നെ ഇത്ര ആ തെണ്ടി അവിടെ ഇരുന്ന് ലൂക്കസേടാ
നീ മാമന്റെ മോനാന്നല്ലേ പറഞ്ഞത്, നീ എന്താ അവിടെ മാമന്റെ മോനാന്നല്ലേ പറഞ്ഞത്. അമ്മ മാമൻ ഞാൻ ശരി നോട്ടുണ്ടല്ലോ. എങ്ങോട്ടാ മാമന്റെ മോനെ, എന്താ അവിടെ നിനക്ക് പരിപാടി? മൊറ ഒന്നും ഇല്ല. എടാ നീ ഇങ്ങനെ നമ്മളെ ലീഡർ ഇങ്ങനെ വളക്കാൻ വെച്ചിട്ട് നീ കൊണ്ടുപോയ എങ്ങനെയാണ്? ഇത് എന്തോന്ന് മീശയാണ് അത്? കുളിക്കാൻ യൂസ് ചെയ്യാൻ ജേലി ആയിട്ട്. ഡൊമിനിക്ക് റാവു മോൻ, ഡൊമിനിക്ക് ഇവിടെ ഉണ്ട്. എന്താണ് അവിടെ കൊമ്പ? എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ആ കുട്ടി ജീവനും കൊണ്ടുപോയി. ആ ഹലോ ആരും ശശി മച്ചാനും തിരക്കുവാണോ? എന്റെ നമ്മൾക്ക് ഇനി ആ കുടുംബത്തിന് ആളെ വേണ്ട. നമ്മളെ തീരുമാനിച്ചിരിക്കുന്നു. ശശിമച്ചാനറിയാം, അവിടെ കളി പോയി, പരിപാടി തീർന്ന അവളെ. അവളെന്താ പറഞ്ഞത്? നിന്റെ മാമന്റെ മറ്റേടത്ത് ആരോ ആണെന്ന് നീ അതിന്റെ ഇടയിൽ കൂടെ കയറിയും ഗോൾ അടിക്കുന്നില്ലേ? ലീഡർ അടിച്ചില്ലേ നീ അടിക്കാന്നല്ലടാ തെണ്ടി. ഇത് ഏതാണ് ഈ പെണ്ണ്? ഹലോ, അത് നമ്മുടെ കുടുംബത്തിനെ വേണ്ട. എന്താ ഓരോന്നൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? മുടിയൊക്കെ പിരിച്ചിട്ടിറങ്ങിയിരിക്കുന്ന ആൾക്കാര് നിന്നെ ചുടുക്കീന്നെങ്ങാനും വിളിക്കും, പോയി മാറ്റിക്കോ. ആ ചുടുക്കീന്ന് വിളിക്കും നിന്നെ ആൾക്കാര്. സിംഗിളാ നമുക്കറിയാലോ. ഇല്ല നമുക്ക് അതുകൊണ്ട് കുട്ടിക്ക് ശശിമച്ചാൻ അറിയാം. എന്നെ ഫസ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ശശിയാ. അപ്പൊ ഞാനും ശശിയും ഇവളും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിച്ച് മറ്റേ 20 കോടിയൊക്കെ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അങ്ങനെ കമ്പനിട്ടുള്ള ആ ഒരു ഇതില് ചോദിച്ചാന്നല്ലേ? അതെ, ആ ശശി. ഇല്ല പക്ഷെ കുട്ടി ഇങ്ങോട്ട് വരാതെ ഇനി നമ്മള് അങ്ങോട്ട് അടിയില്ല, ഇങ്ങോട്ട് ഇല്ല. ഇവിടുന്ന് ഒരു അടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഓറ മൈനസോ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അത് അപ്പത്തേക്ക് ടാസിനെ ഗ്യാങ് വണ്ടി പക്ഷെ അതിലായി നമ്മളത് പയ്യ പിടിച്ചു വലിച്ച് കയറ്റുന്നാലേ പോയില്ല. അത് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ഞാൻ ശശി പറയട്ടെ, സംഭവം അവള് കൊറേ നാൾക്ക് ശേഷമാണ് വരുന്നത്. ഇന്ന് എന്നെ വലിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കണില്ല. ഓ ഇന്നല്ല, ഇനി അമ്മക്ക് പറഞ്ഞ കുടുംബത്തിന്റെ ബന്ധം വേണ്ട. അങ്ങനെ വിട്ട് എനിക്കെന്താ വിട്ടുള്ള ഞാൻ പോയാ കൊമ്പിന് പോയി. നമ്മള് ഓറ പോകുന്ന അങ്ങോട്ട് പോയാ ഇനി ഒരു പെണ്ണിന്റെ പുറകെ ഞാൻ പോകത്തില്ല. നാളെ തെറ്റി വന്നിരിക്കുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്ടിന്റെ അത്ര ഒന്നും ഇല്ലടാ. നോക്കണ്ട. ഇല്ല കുട്ടിക്ക് ഇവിടെ നമ്മൾ നിൽക്കുന്ന കാര്യം പോലും ഓർമ്മയില്ല. പിന്നെ നമ്മളിവിടെ നമുക്ക് വേറെ പണി നോക്കിപ്പോ